ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 144 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ശോഭ ലക്ഷ്മണനാണ്, കണ്ണൂർ നിന്നും. കണ്ണൂർ നിന്ന് തന്നെ മോനാണ് പറയുന്നത്, ഗൗതം ഉണ്ടല്ലോ അല്ലേ? അപ്പം ശോഭ ലക്ഷ്മൺ ആൻറ്റി പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ശോഭ ചെയ്തോളൂ. സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ സത്യസായി അന്തർശൗചയജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 144 ദിവസമാണ് ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിഥി കണ്ണൂരിലെ മാസ്റ്റർ ഗൗതം ആണ്. ഗൗതം, സായിരാം. 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 3 ഓമും 3 സായി ഗായത്രിയും കഴിഞ്ഞതിന് ശേഷം ഗൗതം സത്യസായി വാണി വായിക്കണം. സായിരാം. ആ വീഡിയോ ഓൺ ചെയ്തിട്ടാണ് വായിക്കേണ്ട മോനെ. സായിരാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിറാം ഗൗതം. ആദ്യം സത്യസായി വാണി തുടങ്ങിക്കോളൂ കേട്ടോ. സായിറാം. വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഞാൻ ഗൗതം AK, സെന്റ് മൈക്കിൾ സ്കൂൾ കണ്ണൂരിൽ പഠിക്കുന്നു. ഞാൻ 10ാം തരം വിദ്യാർത്ഥിയാണ്. ഞാൻ കണ്ണൂർ സമിതിയിലാണ്. ഒന്ന് പൊങ്ങിയിരിക്കൂ, കുറച്ച് പൊങ്ങിയിരിക്കൂ. ശരി. കണ്ണൂർ സമിതിയിലാണ് ഞാൻ പോകാറുള്ളത്. ഞാൻ ഇവിടെ വായിക്കുന്നത് സത്യസായി വാണി 15ാം ഭാഗത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. കളി അവസാനിപ്പിക്കുക. പുഷ്പങ്ങളില്ലാതെ ചെടികൾ ഫലം തരുന്നില്ല. കായ്കളില്ലാതെ പഴങ്ങൾ ഉണ്ടാകുന്നില്ല. കഠിനമായ കർമ്മം ചെയ്യാതെ ഭക്തി ജനിക്കുന്നില്ല. ഭക്തി ഇല്ലാതെ ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുക? ദുഷ്ടനായ സോമകൻ വേദങ്ങളെ നിരോധിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ അവന് എന്തെങ്കിലും സന്തോഷം അതിൽ നിന്നു ലഭിച്ചോ? 10 തലയുള്ള ആ രാക്ഷസൻ അന്യന്റെ പത്നിയെ മോഹിക്കുകയും അപഹരിക്കുകയും ചെയ്തു. പക്ഷെ അവന് എന്തു ലാഭമാണ് കിട്ടിയത്? വാശിക്കാരായ കൗരവർ സൂചി കുത്താൻ പോലും സ്ഥലം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുകയില്ല എന്നു പറഞ്ഞു. എന്നാൽ അവർ തട്ടിയെടുത്തത് അനുഭവിക്കാൻ സാധിച്ചോ? ദുഷ്ടനായ കംസൻ ഓരോ നവജാത ശിശുവിനെയും കൊല്ലിച്ചു. എന്നാൽ അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടോ? ഇപ്പോഴും ദുഷ്ടരായ മനുഷ്യർക്ക് ഇതുതന്നെയാണ് അനുഭവം. ഇത് സായിയുടെ വാക്കാണ്, സത്യമാണ്. ഈ ദൃശ്യപ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുതന്നെയാണ് നമ്മുടെ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മനസ്സും പുരോഗതിയും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഈശ്വര തത്വം നിലനിൽക്കുന്നു.
ഇതു രണ്ടും പൂർണ്ണമായ ബ്രഹ്മത്തിന്റെ പ്രകടനങ്ങളാണ്. വ്യക്തിഗതമായ ബോധമണ്ഡലം ഈശ്വര തത്വത്തിന്റെ പ്രക്ഷേപം ആണ്. വ്യഷ്ടിയും സമഷ്ടിയും സ്വയം പൂർണ്ണമാണ്. ശരീരം നശിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചാലും ആത്മാവ് നാശമില്ലാതെ നിലനിൽക്കുന്നു. വേദങ്ങൾ ഇങ്ങനെ പറയുന്നു: അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്. പൂർണ്ണം കൊണ്ട് പൂർണ്ണം ഉണ്ടാകുന്നു. പൂർണ്ണത്തിൽ നിന്നു പൂർണ്ണം എടുത്താൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഈശാവാസ്യോപനിഷത്ത് ഈ സത്യം വ്യക്തമായിട്ടും വിശദമായിട്ടും വർണ്ണിക്കുന്നു. ഈ പ്രപഞ്ചം ഈശ്വരന്റെ വാസഗൃഹമാണെന്ന് അത് പ്രഖ്യാപിക്കുന്നു. ഈശാവാസ്യം ഇതത് ജഗത്. 18 മന്ത്രങ്ങളുള്ള ഒരു ചെറിയ ഉപനിഷത്താണ് ഇത്. 18 ഒരു ശുഭസംഖ്യയാണ്. ഇത് വിജയത്തിന്റെ പ്രതീകമാണ്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട്. പുരാണങ്ങളിൽ 18 ആണ്. 4 വിധ സാധനങ്ങളിൽ കൂടിയുള്ള പുരോഗമനം. പ്രപഞ്ചത്തിന്റെ മറ്റൊരു ഗുണത്തെ പറ്റിയുള്ള സത്യവും ഉപനിഷത്തുക്കൾ വെളിവാക്കുന്നു. ദൃശ്യമായ ഈ പ്രപഞ്ചത്തിന് അദൃശ്യമായ ഒരു അടിസ്ഥാനമുണ്ട്. അതായത് നിമിത്തം, ഉപാദാനം എന്നു 2 കാരണങ്ങളാണ് ഉള്ളത്. പക്ഷേ മനുഷ്യൻ ഉപാദാനം എന്ന കാരണത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഈ കപ്പിൽ വെള്ളി നിമിത്തമായിരിക്കുന്നു. കപ്പ് ഉപാദക കാരണമാണ്. കപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷെ അതിലെ നിമിത്ത വസ്തുവാണ്. പക്ഷെ ഈശ്വരനെ കാണാൻ കഴിയുകയില്ല. ഈശ്വരൻ നിമിത്ത വസ്തുവാണ്. ഈ കപ്പിൽ മുഴുവൻ വെള്ളി നിറഞ്ഞിരിക്കുന്നത് പോലെ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഈശാവാസ്യ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്തുകളിലും വെച്ച് ശ്രേഷ്ഠമാണ്. ഇത് വേദാന്ത ഗ്രന്ഥങ്ങളുടെ സത്താണ്. അവയുടെ രത്ന ചുരുക്കമാണിത്. ഇത്രമാത്രം പരിശുദ്ധവും അമൂല്യവുമായ ഒരു ഗ്രന്ഥമില്ല. പ്രപഞ്ചം ദൈവികത നിറഞ്ഞതാണെന്നും ആത്മാവ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതാണെന്നും ഇത് പ്രഖ്യാപിക്കുന്നു. ആത്മാവ് ഒന്നുകൊണ്ടും മാറ്റം വരാത്തതും മറ്റ് എല്ലാ ശക്തികളെക്കാൾ ഉപരിയായിട്ടുള്ളതാണെന്നും ഇത് പഠിപ്പിക്കുന്നു. അകത്തും പുറത്തും എല്ലായിടത്തും നാരായണൻ വസിക്കുന്നു. പഞ്ചഭൂതങ്ങൾ നാരായണനിൽ, ഈശ്വരനിൽ വസിക്കുന്നു. കട്ടിയുള്ള ഒരു പുറന്തോടോ അല്ലെങ്കിൽ ഉമിയോ ഇല്ലാതെ ഫലങ്ങളൊന്നുമില്ല. ഇതിൽ ഉമി പ്രപഞ്ചമാണ്, അതിലുള്ള വിത്താണ് ഈശ്വരൻ. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരുമിച്ച് വസിക്കുന്നു. ഈ വസ്തുത ജ്ഞാനം കൊണ്ട് നാം മനസ്സിലാക്കണം. അജ്ഞാനികൾ പുറന്തോടായ പ്രപഞ്ചമാണ് സത്യം എന്ന് പറയുന്നു. ജ്ഞാനികളാകട്ടെ ഈശ്വരനിൽ അല്ലെങ്കിൽ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആകെയുള്ളത് പ്രപഞ്ചം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അജ്ഞാനികൾ ജന്തുക്കളുടെ തലത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. ജന്തുക്കൾ ഉപദ്രവിക്കുന്നത് മറ്റു ജന്തുക്കളെയാണ്. പക്ഷെ ഒരു അജ്ഞാനി ആത്മാവിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. 4 തരം സാധനകളെ പറ്റി ഉപനിഷത്തുകൾ പ്രസ്താവിക്കുന്നു. അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടവ, പരീക്ഷണാർത്ഥം ചെയ്യേണ്ട ചിലത്, വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ടവ, അനുഭവജ്ഞാനത്തിന് വേണ്ടി ചെയ്യേണ്ടവ. ഇതെല്ലാം മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ മന്ത്രങ്ങളെ ഏകാക്ഷര മന്ത്രങ്ങളോടോ പഞ്ചാക്ഷര മന്ത്രങ്ങളോടോ മറ്റുള്ള മന്ത്രങ്ങളോടോ ബന്ധിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിലുള്ള സർവവ്യാപിയായ ഈശ്വരനെ ഉണർത്തുന്നതിനു ഉപയോഗിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മന്ത്രം. ഭൂമി, കെട്ടിടങ്ങൾ, സ്വർണം, വെള്ളി ഇവയെല്ലാം ആണ് സമ്പത്ത് എന്ന് നിങ്ങൾ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു. രോഗങ്ങളുടെ പിടിയിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമത്തിൽ നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ അസൂയ, വെറുപ്പ്, കോപം, തൃഷ്ണ ഇങ്ങനെയുള്ള ദുഷിച്ച വികാരങ്ങൾ നിങ്ങളുടെ ആനന്ദത്തിന്റെ അത്യാഘാതകളെ പോലും കരണ്ടു തിന്നുന്ന രോഗങ്ങളാണെന്ന് നിങ്ങൾ ബോധവാന്മാരല്ല. അത് നിങ്ങളെ സാമൂഹ്യ വിരുദ്ധർ ആക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ രോഗങ്ങൾ എങ്ങനെ സുഖപ്പെടുത്താം എന്ന് ഏറ്റവും നല്ല ഉപദേശം തേടുക. സായിറാം. അനുഭവം പറഞ്ഞോളൂ സായിറാം.
ഓം ശ്രീ സായിറാം. അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി ബാലവികാസ് ക്ലാസ്സിൽ വന്നത് കണ്ണൂർ സമിതിയിൽ ശീലാന്റി നടത്തിയ ബാലവികാസ് ക്ലാസ്സിലൂടെയാണ്. ആ ക്ലാസ്സിൽ വെച്ച് ബാലവികാസിന്റെ ഉദ്ദേശത്തെ കുറിച്ച് മനസ്സിലാക്കി. പ്രാഥമികമായി കുറച്ച് ശ്ലോകങ്ങളും പഠിച്ചു. തുടർന്ന് കോവിഡ് കാരണം ആ വർഷം വീട്ടിൽ വെച്ച് തന്നെ ഈശ്വരാംബ വാരവുമായി ബന്ധപ്പെട്ട് ഭൂതയജ്ഞം, മാതൃപിതൃ പൂജ തുടങ്ങിയവ ഒക്കെ നടത്തി. ഇവയൊക്കെ എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചു. കോവിഡിന് ശേഷം ഇവിടെ അടുത്ത് തന്നെയുള്ള ബാലവികാസ് ഗുരു രത്നവല്ലി ആന്റിയുടെ വീട്ടിൽ വെച്ച് ബാലവികാസ് പഠനം തുടർന്നു. ആന്റിയുടെ കീഴിൽ ബാലവികാസ് പരീക്ഷകളൊക്കെ പാസ്സായി. ഈ പഠനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും മോനെ, ബ്രേക്ക് ആവണു. ഒന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നിട്ട് പറയൂ, ബ്രേക്ക് ആവുന്നു. നെറ്റ് പ്രോബ്ലം തോന്നുന്നു. കുറച്ച് നീങ്ങിയിരിക്കുക ഗൗതം, നെറ്റ് പ്രോബ്ലം ആണ്. സായിറാം, പറഞ്ഞോളൂ സായിറാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞു നോക്കൂ മോനു. നീ വായിച്ചു നോക്കൂ. സായിറാം ഉമ്മ, മാറി ഇരുന്ന് വായിച്ചു നോക്കൂ. സായിറാം, ഉമ്മ മാറി ഇരുന്ന് വായിച്ചു നോക്കൂ. സായിറാം, പ്രകൃതി കൂടുതൽ അറിവുകൾ നേടാനും സാധിച്ചു. ഇപ്പോൾ ഞാൻ കഴിവ് കൂടാതെ പ്രതിസന്ധികളും ചേർന്നപ്പോൾ ആരൊക്കെ തരത്തിലേക്ക് മുന്നോട്ട് ഒരു നേരായ മാർഗത്തിൽ എത്തുക മനസ്സിലാക്കി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്റെ ഈ ബന്ധങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞവന്. സായിറാം, ഗൗതം പറഞ്ഞു കഴിഞ്ഞോ? സായിറാം, നെറ്റ് ഇഷ്യൂ ആണോ അറിയില്ല അമ്മ. സായിറാം, കഴിഞ്ഞു സായിറാം.
സായിരാ അമ്മ. പ്രസന്റേഷന് സൗണ്ട് ഇല്ലല്ലോ. ఆవరణము ఇది ఏమిటి? ఈ ఆవరణం వాట్ డు యు మీన్ బై ఆవరణ? అద్దం పైన దట్టమైనటువంటి బట్టలు కప్పినప్పుడు అందులో మనం ప్రతిబింబం కనిపిస్తుందా? వెన్ యు కవర్ ద మిర్రర్ విత్ ఎ థిక్ క్లాత్ కెన్ యు గెట్ యువర్ రిఫ్లెక్షన్ ఇన్ ద మిర్రర్ అట్ ఆల్? ఏమాత్రము కనిపించదు. సర్టన్లీ నాట్. నథింగ్. కనుకనే మనం చేత మన యొక్క స్వస్వరూపాన్ని మాలిన్యంగా చూస్తున్నాము. We are seeing our own real image. విక్షేపం చేత చంచలత్వంగా మనం విశ్వసిస్తున్నాము. On account of vikshepa, we suffer from unsteadiness. ఈ చంచలత్వం నా నేచర్ అనుకుంటున్నాము. We consider unsteadiness as our very nature itself. నేను హ్యూమన్ బాడీని కనుక దీనికి తగినటువంటి సహజం అనుకుంటున్నాము, సమర్థించుకుంటున్నాము. We go on defending as a human being all these are natural for us. కానీ ఆవరణం చేత నాకు స్వస్వరూపం లేదు, నా దేహమే నా స్వస్వరూపం అని విశ్వసిస్తున్నాము. On account of the impact of avarana, we feel that we do not have any other thing. ఇది కవర్ కావటము. ఈ అద్దమును దట్టమైన బట్టతో మూయబడిందంటే ఏ దట్టమైన బట్టం ఇది? If the mirror is covered by a thick cloth, what is that cloth? అది కామ, క్రోధ, లోభ, మోహ, మదమాత్సర్యం అనేటువంటి ఈ అరిషడ్ వర్గం. That is the 6 enemies of man, starting from ಸಾಯಿರಾಮ್ ಗೌತಮ್. ಸಾಯಿರಾಮ್. ಭಜನೆ ಪಾಡಿಕೊಳ್ಳು. ಸಾಯಿರಾಮ್. ಭಜನೆ ಪಾಡಿಕೊಳ್ಳು. ಗೋಪಾಲ ಗೋಪಾಲ ನಾಚೋ ಗೋಪಾಲ, ಗೋಪಾಲ ಗೋಪಾಲ ನಾಚೋ ಗೋಪಾಲ, नाचो नाचो साई नंदलाला, नाचो नाचो साई नंदलाला, झूमे 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 नाचो गोपाला, झूमे 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 नाचो गोपाला, नाचो नाचो साई नंदलाला, नाचो नाचो साई नंदलाला, गोपाल गोपाल नाचो गोपाल, नाचो नाचो साई नंदलाला, झूमे 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 नाचो गोपाल, नाचो नाचो साई नंदलाला, नाचो नाचो साई नंदलाला, गोपाल गोपाल नाचो गोपाल. മോനിപ്പോ ഇത് ശരിയായല്ലോ. ബാലവികാസിന്റെ അനുഭവം പറഞ്ഞോളൂ. നെറ്റ് ശരിയായല്ലോ. ഓം ശ്രീ സായിരാം. ഞാൻ ആദ്യമായി ബാലവികാസ് ക്ലാസ്സിൽ വന്നത് കണ്ണൂർ സമിതിയിൽ ഷീലാൻഡി നടത്തിയ ബാലവികാസ് ക്ലാസ്സിലൂടെയാണ്. ആ ക്ലാസ്സിൽ വെച്ച് ബാലവികാസിന്റെ ഉദ്ദേശത്തെ കുറിച്ച് മനസ്സിലാക്കി. പ്രാഥമികമായി കുറച്ച് ശ്ലോകങ്ങളും പഠിച്ചു. തുടർന്ന് കോവിഡ് കാരണം ആ വർഷം വീട്ടിൽ വെച്ച് തന്നെ ഈശ്വരോംബ വാരവുമായി ബന്ധപ്പെട്ട് ഭൂതയജ്ഞം, മാതൃപിതൃ പൂജ തുടങ്ങിയവയൊക്കെ നടത്തി. ഇവയൊക്കെ എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചു. കോവിഡിന് ശേഷം ഇവിടെ അടുത്തു തന്നെയുള്ള ബാലവികാസ് ഗുരു രത്നവല്ലി ആന്റിയുടെ വീട്ടിൽ വെച്ച് ബാലവികാസ് പഠനം തുടർന്നു. ആന്റിയുടെ കീഴിൽ ബാലവികാസ് പരീക്ഷകളൊക്കെ പാസ്സായി. ഈ പഠനം വഴി ഞാൻ സമയക്രമീകരണം, എല്ലാ കാര്യങ്ങളിലും എങ്ങനെ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാം, പങ്കിടലിന്റെ പ്രാധാന്യം, കൃത്യനിഷ്ഠ, നാരായണ സേവ, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയവ പഠിച്ച് പ്രായോഗികമാക്കി. കൂടാതെ ആന്റിയും ബാലവികാസ് ജില്ലാ ഇൻചാർജ് ആയിരുന്ന ശ്രീമതി പ്രഭാവതി ആന്റിയും ചേർന്ന്
ബാലവികാസിന്റെ എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളിലും എന്നെ പങ്കെടുപ്പിച്ചു. ഇങ്ങനെയുള്ള ക്ലാസുകളും ക്യാമ്പുകളും വഴി പ്രകൃതി, മതങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടാനും സാധിച്ചു. ഇപ്പോൾ ഞാൻ കഴിവതും 2 നേരവും പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. കൂടാതെ സ്കൂളിലും നാരായണ സേവ, കൂട്ടുകാർക്കുള്ള സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഭാഗമാകുവാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കൂടാതെ പലവിധ പ്രതിസന്ധികളും വന്നു ചേർന്നപ്പോൾ അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സർവേശ്വരനായ ഭഗവാൻ പ്രചോദനമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ നാം എങ്ങനെയാണ് നേരായ മാർഗത്തിലൂടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഉത്തമ വഴികാട്ടിയാണ് ബാലവികാസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്റെ ഈ എളിയ വാക്കുകൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ജയ് സായിരാം. വളരെ നന്നായി മോളെ കേട്ടോ. ഭജനയും വളരെ നന്നായിരുന്നു, വായിച്ചതും നന്നായിരുന്നു കേട്ടോ. ഗുഡ് ബൈ, നൈസ്. നന്നായി വരുവാനെ. ശരി, നന്നായിട്ട് പറഞ്ഞു. സമയമുള്ളത് കൊണ്ട് ഞാനൊരു അനുഭവം പറയാം, എന്റേതല്ല. ഡോക്ടർ സോമനാഥ് സരഫ്, അദ്ദേഹം 1990 5 ഇയേഴ്സ് സ്വാമിയുടെ സത്യസായി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന് പിന്നെ 1974 ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഞാൻ വായിക്കുകയുണ്ടായി, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം 1974 അദ്ദേഹം കാബൂളിൽ, അതായത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളില് ഉദ്യോഗാർത്ഥം പോയി. അവിടെ സായി ഡിവോട്ടീസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ സായി ഡിവോട്ടീസിന്റെ ഭവനത്തിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അറിഞ്ഞു, വളരെ വളരെ നല്ലൊരു ഡിവോട്ടിയായ മിസ്സസ് ഷാങ്ലു എന്നൊരമ്മ, അവര് അമ്മയല്ല, വളരെ ചെറുപ്പക്കാരിയായ ഒരു അമ്മ, അവര് വളരെ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കാണാൻ പോയപ്പോ അവർക്ക് വയറിൽ മുഴുവൻ വലിയ അൾസർ വന്നിട്ട്, അൾസർ കൊണ്ട് അവരുടെ ഹെൽത്ത് വല്ലാതെ ഡിറ്ററേഷൻ, ഒരുപാട് ബക്കറ്റ് കണക്കിനാണ് അവര് പിന്നെ രക്തം ഛർദ്ദിച്ചതും. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനിയിപ്പോ സമയം വിരലിൽ എണ്ണാവുന്ന സമയമേ ബാക്കിയുള്ളൂ എന്ന്. അദ്ദേഹത്തിന് അവരെ കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. പക്ഷെ വളരെ നല്ല ഒരു സ്ത്രീ ആയിരുന്നു അവര്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സങ്കടമായിട്ട്, ആ സങ്കടത്തോടു കൂടി തന്നെ ഏത് നിമിഷവും അവരുടെ മരണവാർത്ത കേൾക്കും എന്നാണ് ഡോക്ടേഴ്സും അങ്ങനെയാണ് പറഞ്ഞത്. അവരിങ്ങനെ സമയം ആവാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ഒരു ആത്മാവിന്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ അത് പ്രതീക്ഷിച്ച് അവര് ഇരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം സായി ഡിവോട്ടീസിന്റെ വീട്ടിലെത്തി. അപ്പൊ അവരവിടെ ഭജനയൊക്കെ നടത്തുന്ന ഒരു ഭവനമാണ് അത്. അവിടെ അവരുടെ പൂജമുറി വളരെ മനോഹരമായിട്ട് അവരെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭഗവാന്റെ പാദത്തിന്റെ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വളരെ ഹൃദയവ്യഥയോടുകൂടി മനസ്സ് വല്ലാതെ നൊന്തു. അവരുടെ ആ അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമത്തോടുകൂടി വന്ന് ഭഗവാന്റെ പാദത്തിന് ഇങ്ങനെ തലവെച്ച് കണ്ണീരൊഴുക്കി, സ്വാമി അവരെ ഒന്ന് രക്ഷിക്കൂ ഭഗവാനെ, അങ്ങ് ഈശ്വരനല്ലേ, അങ്ങേക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ആ മിസ്സസ് ഷാങ്ലുവിനെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കമന്ന് കിടന്ന് ഭഗവാന്റെ പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകിക്കൊണ്ട് തന്നെ അങ്ങനെ തലകുനിച്ചേ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു തീർന്നതും വിഭൂതിയുടെ അതിസുന്ദരമായ അഭൂതപൂർവമായ ഒരു മണം അവിടെ മുഴുവൻ പരന്നു. അതിങ്ങനെ പരന്നു. അദ്ദേഹം തലപൊക്കി നോക്കിയില്ല. പക്ഷെ വീട്ടിലുള്ളവർ മുഴുവൻ ആ വിഭൂതിയുടെ മണം പരന്നിട്ട് വീട്ടിലുള്ളവരെല്ലാവരും കൂടെ പിന്നെ പൂജ മുറിക്കകത്ത് വന്നു. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത്രയധികം മണം പരന്നു വന്നത്? നോക്കിയപ്പോ എന്താ, ഭഗവാന്റെ പടത്തിൽ നിന്ന് ഇങ്ങനെ വിഭൂതി ഒഴുകി വീഴുകയാണ്. അതിന്റെ മണമാണ് അവിടെ സ്പ്രെഡ് ചെയ്തത്. അദ്ദേഹം വേഗം തലപൊക്കി നോക്കിയപ്പം ഭഗവാന്റെ പടത്തിൽ നിന്ന് വിഭൂതി പൊഴിഞ്ഞു വീഴുന്നു. അതിന്റെ മണമാണ് വീട് മുഴുവൻ സ്പ്രെഡ് ചെയ്തതെന്ന് മനസ്സിലായി. അദ്ദേഹം ഒന്നും നോക്കാതെ, ആരോടും ഒന്നും പറയാതെ വേഗം അവര് ആ വിഭൂതി പൊതിഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം വേഗം അവരുടെ തന്നെ കാറിൽ കയറി വേഗം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പത്തേക്കും ഡോക്ടേഴ്സ് ഹോപ്പ്ലെസ് ആണ് കേസ് എന്നുള്ള മട്ടിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് വേഗം തന്നെ ഭഗവാന്റെ വിഭൂതി അവരുടെ വയറിലെ പുരട്ടി അവർക്ക് കഴിക്കാൻ കൊടുത്തു. എന്തായാലും അവർ ഡോക്ടേഴ്സ് അതൊന്നും എതിർക്കുന്നില്ല, കാരണം ഹോപ്പ്ലെസ് കേസാണ്, ഇനി ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഭാവത്തില് ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുകയാണ്.
വേഗം പിന്നെ അവര് ബോധമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പൊ അവരെ വായ്ക്കകത്തേക്ക് ഇട്ടിട്ട് വായടച്ച് കുറച്ച് വെള്ളം, 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് അവര് കണ്ണ് തുറന്നു. കണ്ണ് തുറന്നിട്ട് അവര് വളരെ, അവരുടെ മുഖത്ത് ആ ജീവന്റെ ചൈതന്യം തിരിച്ചു വരാൻ തുടങ്ങി. തിരിച്ചു വന്നു. പെട്ടെന്ന് അവര് ഡോക്ടേഴ്സിന് വളരെ അത്ഭുതമായി പോയി. അവര് കണ്ണു തുറന്നു, സംസാരിക്കുന്നു. അങ്ങനെ ആ വിഭൂതിയുടെ ഒരു പിന്നെ സാന്നിധ്യം കൊണ്ട് തന്നെ അവരുടെ അസുഖം മാറി. അപ്പൊ അവര് വേഗം ഡോക്ടേഴ്സ് വന്ന് നോക്കിയപ്പം അവര് ബോധശൂന്യ ആയിരുന്ന അവര് ബോധത്തിലേക്ക് തിരിച്ചു വന്നു. കണ്ണു തുറന്ന് ഈ നമ്മുടെ ഡോക്ടർ സരഫിനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഡോക്ടേഴ്സിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ മരണവക്ത്രത്തിൽ നിന്ന് അവർ തിരിച്ചു വന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് അവർക്ക് കൊടുത്തത്? പറഞ്ഞു, ഒന്നുമല്ല, ഭഗവാന്റെ വിഭൂതിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. പരമം പവിത്രം ബാബാ വിഭൂതിം, പരമം വിചിത്രം ലീലാ വിഭൂതിം, പരമാർത്ഥമിഷ്ടാർത്ഥ മോക്ഷപ്രദാനം ബാബാ വിഭൂതിം ഇതമാശ്രയാമി. അത് മാത്രമാണ് ഞങ്ങൾ സായി ഡിവോട്ടീസിന്റെ ഔഷധവും ആധാരവും ആശ്രയവും എന്ന് അദ്ദേഹം ആ ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചെക്ക് ചെയ്തപ്പം അവരുടെ വയറില് അൾസർ വന്ന പാട് പോലും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഡോക്ടർ സരഫിന്റെ അനുഭവം. ഡോക്ടർ സരഫ് എന്ന് വെച്ചാല് ഭഗവാന്റെ യൂണിവേഴ്സിറ്റി വരുന്ന എല്ലാ പിന്നെ വൈസ് ചാൻസലേഴ്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വളരെ 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 ഉയർന്ന പൊസിഷൻ നോക്കിയിരുന്ന വളരെ ശ്രേഷ്ഠരായ, വളരെ വിദ്വാൻമാരും പണ്ഡിതന്മാരും ഭക്തന്മാരും സ്വഭാവ ശുദ്ധിയുള്ളവരും, അങ്ങനെ എന്താ പറയുക, ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് പറയില്ലേ, സ്ക്രീം ഓഫ് ദ സൊസൈറ്റി, ദ ബെസ്റ്റ്. അവരാണ് സ്വാമിയുടെ വൈസ് ചാൻസലറായിട്ട് വന്നുകൊണ്ടിരുന്നത് സ്വാമി ഉള്ളപ്പോഴൊക്കെ. അങ്ങനെ വന്ന ആളാണ് ഡോക്ടർ സരഫും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണിത്. അത് ഞാൻ വായിച്ചു, അത് പങ്കുവെക്കുകയാണ്. ജയ സായിരാം. അപ്പോ സായി ഉപമ സായി ഉപമ അവതാര പുരുഷന്റെ ജനനത്തിന് വളരെ മുൻപേ തന്നെ തന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് വേദി ഒരുക്കപ്പെടുന്നു. കൈകേയി തനിക്ക് ലഭിക്കേണ്ടതായ 2 വരങ്ങൾ കൊണ്ട് തയ്യാറെടുത്തു ശ്രീരാമനെ വനവാസത്തിന് അയക്കാൻ. ദശരഥനാവട്ടെ പുത്രദുഃഖം മൂലം മരിക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപവും വേദി ഒരുക്കി കാത്തിരുന്നു. ദിവ്യാവതാരത്തിന്റെ ദൗത്യത്തിൽ സഹായം നൽകുവാനായി വാനരന്മാർ എല്ലാവരും തയ്യാറെടുത്തിരുന്നു. തിന്മയുടെ ഉന്മൂലനാശനത്തിന് ഹേതുവാകാൻ വേണ്ടി സിതത്തിൽ നിന്നും സീതയായി മഹാലക്ഷ്മി അവതരിച്ചു. ഇങ്ങനെ വിഭിന്ന വർണ്ണ സൗരഭ്യങ്ങളുള്ള പൂക്കൾ കൊണ്ട് ഒരു നല്ല ഹാരം ഉണ്ടാക്കുന്നത് പോലെ ഭഗവാന്റെ മഹിമകളാകുന്ന, ഭഗവാന്റെ ഭാവി ജീവിതത്തിന്റെ ചരിത്രം, അത് വിവിധ തരത്തിലുള്ള അനേകം സംഭവങ്ങളാകുന്ന പുഷ്പങ്ങളാലാണ് വിരചിതമാകുന്നത്. അതിൽ അനുഗ്രഹമുണ്ട്, വരമുണ്ട്, ശാപമുണ്ട്, സങ്കടമുണ്ട്, വിറപ്പുണ്ട്, എല്ലാ തരത്തിലുള്ള മാനുഷികമായ എല്ലാ അനുഭവങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവതാര പുരുഷന്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള വേദി നേരത്തെ തന്നെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നത്. ജയ സായിരാം. സായിരാം. ഇനി നാളെ ഭഗവത്ഗീത ക്ലാസ് ഉള്ളത് കൊണ്ട് നാളെ അന്തർശൗചയജ്ഞ പരിപാടിയില്ല. മറ്റന്നാള് വെള്ളിയാഴ്ച വരുന്നത് കണ്ണൂരിലുള്ള കുമാരി ശ്രീദിവ്യയാണ്. കുമാരി ശ്രീദിവ്യ, കണ്ണൂർ. അമ്മ ഇനി ശാന്തി മന്ത്രം പറയട്ടെ. പറഞ്ഞോളൂ. സായിരാം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.